ചെക്ക് ചെയ്തു. ആണോ? എൻ്റെ അമ്മേ, ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള വ്യൂ ഒന്ന് നോക്കണേ. ഓരോ പീരങ്കികൾ ഇങ്ങനെ ഓരോ ഡയറക്ഷനിൽ. അപ്പോൾ ഇതാണ് മെഹരംഗ ഫോർട്ട്. നമ്മളിപ്പോൾ ഉള്ളത് മെഹരംഗ ഫോർട്ടിൻ്റെ പാർക്കിംഗ് സ്പോട്ടിലാണ്. ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഇന്ന് അത്യാവശ്യം നല്ല രീതിക്ക് ടൂറിസ്റ്റുകളുണ്ട്. നമുക്ക് ഇവിടെ ഒന്ന് അങ്ങ് ദൂരെ ഇതിൻ്റെ ചുറ്റുമതിലും എല്ലാം കാണാൻ പറ്റും. ഭയങ്കര വ്യൂ ആട്ടോ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഒരു കിട്ടില്ലം വ്യൂ ആണ്. അങ്ങ് ദൂരെ കാണുന്നതാണ് ഇതിൻ്റെ മതിൽ, ചുറ്റുമതിൽ. ഇവിടെ ഫോർട്ടാണ്. ഈ ഭാഗത്തായിട്ട് കുറേ പരുന്തുകൾ ഇങ്ങനെ ഒരുമിച്ച് പറക്കുന്നുണ്ടോ. അതൊരു അടിപൊളി കാഴ്ച കേട്ടോ. ഇവിടെ നിന്ന് ആ ലൈറ്റിൻ്റെ ഇടയിലൂടെ കോട്ടയും ഒരു ഹോണ്ടഡ് ഫീലാണ് ശരിക്കും. ഇങ്ങനെ കഴുകന്മാരിങ്ങനെ പറന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇതാണ് ഫോർട്ടിൻ്റെ ആ ഒരു മെയിൻ കവാടം. നമ്മൾ ഇതിലൂടെയാണ് അകത്ത് കിടക്കണേ. എൻ്റെ അമ്മ, എന്തൊരു തിരക്കാത്! ഇഷ്ടം പോലെ ടൂറിസ്റ്റുകളുണ്ട്. ഓക്കെ, ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ. ഒരാൾക്ക് 200 രൂപ. നമ്മളിപ്പോൾ അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തു. ഇവിടെ നിന്ന് ഇങ്ങനെ സൺറൈസ് ഇങ്ങനെ നിന്ന് വരുന്നത് കാണാൻ ഭയങ്കര രസമാണ്. നല്ല വ്യൂ അല്ലേ? ആക്ച്വലി ഒരു ഹോണ്ടഡ് ഫീലാണല്ലേ ഉള്ളത്. ഇങ്ങനെ ഈ ലൈറ്റ്സ് ഒക്കെ ഇങ്ങനെ വരുമ്പോൾ ഇതൊക്കെ എന്തോ മണ്ഡപം പോലെ ഉണ്ട് അല്ലേ? എൻ്റെ അമ്മേ, ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള വ്യൂ ഒന്ന് നോക്കണേ. എൻ്റെ പൊന്നോ, ഇതെന്താ റിച്ച? അപാര വ്യൂ, അപാര വ്യൂ. വെഡ്ഡിങ് ഡെസ്റ്റിനേഷനൊക്കെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പറയണ്ട. ഇവിടെ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറെ ലെവല് സാധനം കിട്ടും. അത്രയും ഭയങ്കര വ്യൂ അവിടെ. ഒരു രക്ഷീരതേ. എൻ്റെ പിന്നെ മേളിലേക്കൊക്കെ കയറി പോകാൻ പറ്റുമല്ലോ. അതേ മേളിലൊക്കെ ആൾക്കാരുണ്ട് കേട്ടോ. നമുക്ക് അങ്ങ് ചെല്ലാൻ പറ്റുമെന്ന് തോന്നുന്നു. അങ്ങോടെ ഇതിനകത്ത് തന്നെ ഒരു കഫേയൊക്കെ ഉണ്ട് ഈ സൈഡിൽ. കഴിക്കാൻ എന്താ വേണ്ടേ? മേടിച്ചരാ. എന്താ വേണ്ടേ? ലെമണൈഡോ? നമ്മളിപ്പോൾ നേരെ അകത്തോട്ട് കിടന്നിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ജസ്റ്റ് എൻ്റെ അമ്മ, ഇതാണ് നമ്മൾ അവിടെ നിന്ന് കണ്ട കോട്ടയുടെ ഇപ്പുറത്തെ സൈഡാണ്. ഫ്രണ്ട് കഴിഞ്ഞ് നമ്മൾ ക്രോസ് ചെയ്ത് അകത്ത് കയറി. അവിടെ എന്താണ് ഈ കഴുകന്മാർ ഇപ്പോഴും പറന്നുകൊണ്ടിരിക്കുന്നതെന്ന് ഒന്ന് സൂം ചെയ്ത് നോക്കാം. ദേ ആ ഭാഗത്താണ് കണ്ടോ, ഇത്രയും കഴുകന്മാരിങ്ങനെ വട്ടോട്ടോണ്ടിരിക്കുക. ഭയങ്കര രസമില്ലേ വീഡിയോ? ഈ വ്യൂ ഇവിടെ നിന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ എന്ത് ഭംഗിയല്ലേ? ആ സൂര്യൻ്റെ പ്രകാശം ഇങ്ങനെ വന്ന് കോട്ടയിൽ ഇങ്ങനെ അടിച്ച് അത്രയും ഭംഗിയുണ്ട്. ഇത് പറഞ്ഞിട്ടും തീരുന്നില്ല. അതൊക്കെ തീർച്ചയായിട്ടും വന്ന് കാണേണ്ട ഒരു കാഴ്ച കേട്ടോ. നമുക്ക് ഇനി ഇവിടുന്ന് നേരെ മേളിലോട്ട് കയറിപ്പോ. ഇതിങ്ങനെ കുത്തനെയുള്ള കയറ്റം കേട്ടോ. ഇവിടെ നിന്ന് ആഞ്ഞു നടന്നോ? നല്ല പൊളി പൊളിക്കുന്നത്. നമ്മൾ നേരെ ഇതിൻ്റെ അകത്ത് കയറിയപ്പം ഇതിൻ്റെ അകത്തുള്ള കൺസ്ട്രക്ഷൻ വർക്കുകളൊക്കെ വേറെ ലെവലാണ്. വേറെ ലെവലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, എക്സ്ട്രീം. അത്രയും അടിപൊളിയായിട്ടാണ് ഇവിടെ കൺസ്ട്രക്ഷനൊക്കെ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഓരോ മുക്കും മൂലയും ഇവിടെ നിന്ന് കാണുന്നുണ്ടല്ലോ. അയ്യോ, പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ല. അങ്ങനെയുള്ള കൺസ്ട്രക്ഷൻ വർക്കാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. പണ്ടത്തെ ആൾക്കാർ ചില്ലറക്കാരൊന്നും അല്ല. അത്രയും അടിപൊളി വർക്കാണ്. ആർട്ട് വർക്ക് അറ്റ് ഇറ്റ്സ് പീക്ക് എന്നൊക്കെ പറയുന്ന പോലെയാണ് ഇവിടെ ഓരോ പരിപാടികൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതൊരു റെസ്റ്റോറൻ്റ് ആട്ടോ. ഇതിനകത്ത് തന്നെയുള്ള, ഈ ഫോർട്ടിനകത്ത് തന്നെ ഉള്ളൊരു റെസ്റ്റോറൻ്റാണ്. കഫേ മെഹറിൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അതേപോലെ ഇവിടെ കുറേ സോനിയർ ഐറ്റംസൊക്കെ സെല്ല് ചെയ്യാൻ വേണ്ടി അവർ വെച്ചിട്ടുണ്ട്. നമുക്ക് ആക്ച്വലി ഒരുപാട് ഇതിനകത്ത് കാണാനുണ്ട്. മേളിലേക്കെല്ലാം പോകാനുണ്ട്. ഇപ്പോൾ നമ്മുടെ മുമ്പിലൂടെ ഒരു കല്യാണപ്പെണ്ണും ചെറുക്കനും പോയിട്ടോ. അതിൽ കല്യാണപ്പെണ്ണിനെ കൊണ്ടുപോകുന്നതേ കംപ്ലീറ്റ് ആയിട്ട് മൂടി, മുഖം പോലും കാണുന്നില്ല. ആ സാരിയുടെ തുണി കൊണ്ട് ഇങ്ങനെ മൂടി വെച്ചിരിക്കുക. അങ്ങനെ കൊണ്ടുപോകുന്നത്. ഇവിടുത്തെ ആചാരങ്ങളൊക്കെ അങ്ങനെയാണ്. ഓരോ നാട്ടിലും ഓരോ രീതികളാണ്. ഇവിടെ ഇങ്ങനെയാണ്. ഇവിടുന്ന് നേരെ ഉള്ളിൽ വരുമ്പോൾ ഒരു വിശാലമായൊരു ഗ്രൗണ്ടാണ് കണ്ടോ. ഭയങ്കര രസമുണ്ട്. അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു സ്ഥലമാണ് ഇവിടെ. രണ്ട് സൈഡും വെൽ മെയിൻറ്റെയിൻഡായി
പുല്ലൊക്കെ പിടിപ്പിച്ച് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ മരങ്ങളുടെ താഴെ ഒരു ഇല പോലും ഇല്ല കേട്ടോ വേറെ. കണ്ടോ, അതൊക്കെ ഭയങ്കര ഷേപ്പിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കൊമ്പെല്ലാം വെട്ടി വിട്ട് നല്ല ക്ലീനാണ്, നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് ഇവിടെ. ഓ ചെക്ക് ചെയ്തു. ആണോ? സെൽഫി സ്റ്റിക്കോ? അതും കൊണ്ടുവരാൻ പറ്റില്ല എനിക്ക് ജസ്റ്റ്. ഓ, എന്നെ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അവിടെ നിന്ന്. ഇവിടെ ഇങ്ങനെ കുറേ പീരങ്കികൾ വെച്ചിട്ടുണ്ടേ, പണ്ടത്തെ യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളാ. ഇവിടെ നിന്ന് കണ്ടു കഴിഞ്ഞാൽ സിറ്റിയുടെ കണ്ടോ, ഏത് ഭാഗത്തു നിന്ന് അറ്റാക്ക് വരുന്നോ അങ്ങോട്ട് ഈ സാധനം വിടാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പാണ് പീരങ്കി. എന്താ സെറ്റപ്പ് നോക്കി, ഓരോ ആംഗിളുകളിലാണ് ഇരിക്കുന്നത്. ഇതിങ്ങനെ ചുറ്റുമുണ്ട്, ചുറ്റും ഈ സംഭവങ്ങൾ വെച്ചിട്ടുണ്ട്. നമ്മൾ ഏകദേശം ഈ കൊട്ടാരത്തിൻ്റെ നടുവശത്ത് എത്തിയിട്ടുണ്ട്. അകത്ത് ഉള്ളിലേക്ക് ഇനിയിപ്പോൾ ഇങ്ങോട്ട് കയറുക. ഇതൊക്കെ മാരക വ്യൂ ആട്ടോ. അന്നത്തെ കാലത്തെ ഇത് ഭയങ്കര ലക്ഷറി ആയിട്ട് ഇരുന്ന ആൾക്കാരാന്ന് തോന്നുന്നു. അത്രയ്ക്ക് ലക്ഷറിയാണ്. ഓരോ തൂണിലും ചെയ്തിരിക്കുന്ന ആ വർക്കും ആ ഒരു കളർ തീമും എല്ലാം ഭയങ്കര രസമാണ്. നമ്മുടെ നാട്ടിലും കേരളത്തിലും ആക്ച്വലി ഇതും ഇതിലപ്പുറവും വർക്ക് ചെയ്തിട്ടുള്ള പല കൊട്ടാരങ്ങളും അമ്പലങ്ങളും അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ ഇത് വേറൊരു ടൈപ്പാണ്. ഇതും എന്താ പറയുക, അത്ര ബ്യൂട്ടിഫുള്ളാണ് ഇവർ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇത് മ്യൂസിയം കേട്ടോ. ആക്ച്വലി പണ്ടത്തെ ഇവിടുത്തെ രാജാവ് ചെറിയ പല്ലൊക്കെ ഇരിക്കുന്നുണ്ട്. പല്ലൊക്കെ പീരങ്കിയാണ്. ഇതാണ് ഈ കൊട്ടാരത്തിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോകുന്ന സ്റ്റേഴ്സ്. ഓ എന്താല്ലേ, ഇവിടെ ഇങ്ങനെ വരിവരിയായി കയറിപ്പോക്കെ നടക്കുള്ളൂ. അകത്തിങ്ങനെ ഒരു സംഭവം ഉണ്ട് കേട്ടോ, ഒരു മിറർ ഹൗസ് പോലെ. കംപ്ലീറ്റ് കണ്ണാടിയാണ്. ഇതിനെ ഫൂൽ മഹൽ എന്നാ പറയുക. ഇതിൻ്റെ റൂഫിലെല്ലാം ഓരോരോ മീൻസ് കംപ്ലീറ്റ് പൂക്കളും കാര്യങ്ങളുടെയൊക്കെ ഉള്ള വർക്കാണ്. അതേപോലെ തന്നെ എന്താ പറയുക, ഓരോ കലാരൂപങ്ങളാണ് അവിടെ കൊത്തി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഓരോ കലാരൂപങ്ങളൊക്കെ അവതരിപ്പിക്കുന്ന ഒരു സ്റ്റേജാണിത്. ഇവിടെ ഒരു ബാൽക്കണി ആട്ടോ. ആക്ച്വലി ഇവിടത്തേക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങോട്ട് ജോധ്പൂർ സിറ്റി കംപ്ലീറ്റും കാണുന്ന പോലെയാണ് കൺസ്ട്രക്ഷൻ. അത്രയും ഹൈറ്റിലാണ് ഈ കോട്ട ഇരിക്കുന്നത്. എന്താല്ലേ, എന്ത് വ്യൂ ആണ് നോക്കണേ ഇവിടുന്ന്. ഇത് അകത്തു നിന്നുള്ള വ്യൂ ആണ്. കറക്റ്റ് ഇതിൻ്റെ നടുത്തളത്തിലാണ് ഇപ്പോൾ നമ്മൾ എത്തിക്കണേ. എന്താല്ലേ. അപ്പം ഇതൊക്കെയാണ് മെഹ്റംഗ ഫോർട്ടിൻ്റെ വിശേഷങ്ങൾ. ഒരുപാടുണ്ട് കാണാനകത്ത്, ഒരുപാട് കാഴ്ചകളുണ്ട്. നിങ്ങൾ എന്താണെങ്കിലും അത് കുറേയൊക്കെ നേരിട്ട് വന്ന് ആസ്വദിക്കണം. എനിക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നതിൻ്റെ അപ്പുറം കാഴ്ചകളാണ് ഇതിനകത്തുള്ളത്. ഓരോ മുക്കിലും മൂലയിലും നിന്നാലും ആ പുറത്തോട്ടുള്ള ആ ഒരു വ്യൂവും അതുപോലെ തന്നെ അവിടെ ചെയ്തു വെച്ചിരിക്കുന്ന കൺസ്ട്രക്ഷൻ അങ്ങനെ അതിൻ്റെ ആർക്കിടെക്ചറേ അങ്ങനെയാണ്. അത്ര രസമുണ്ട്, ഒന്നും പറയാനില്ല. ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. അപ്പം എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പം അടുത്തൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബൈ.